ഒരാളെ കാണാനുണ്ടായിരുന്നു. ഇതെന്താ ഒറ്റയ്ക്കാണോ? കൂടാരും ഇല്ലേ? ഇല്ല. നേരെ ഫ്ലാറ്റിലേക്കാണോ? ഇതാ ദേവേട്ടൻ പോരുന്നോ? ആ നമുക്ക് വണ്ടി കിടക്കുന്ന കാണുന്നില്ലേ നീയെ? ആ റോയ്, നിന്നെ കാണുമ്പോഴൊക്കെ ഒരു കാര്യം ചോദിക്കുന്നു വിചാരിക്കും, പക്ഷെ മറന്നുപോകും. എന്നാ ദേവേട്ടൻ ഇന്ന് മറക്കണ്ട, ചോദിച്ചോളൂ. മോനെ നീ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് പോലും പറ്റാത്ത ഒരു കാര്യം ആയതുകൊണ്ട് ചോദിക്കുക. ചുമ്മാ ചോദിക്കണം ദേവേട്ട. അല്ല, ഈ പ്രായമായ 2 പെൺപിള്ളാരെ അപ്പുറത്തെ മുറി കിടത്തി ഉറക്കിയിട്ട് നിനക്ക് ഇപ്പുറത്തെ മുറിയിൽ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നടാ എന്റെ റോയി? ദേവേട്ടൻ ഉദ്ദേശിച്ചത് അത് തന്നെ, ഈ കൺട്രോളേ അതെങ്ങനെ കിട്ടുന്നടാ നിനക്ക്? ഓ അതാണോ? അത് വലിയ പാടാ ദേവേട്ട. ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാന്നുള്ളത് നട്ടലുള്ള ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമുള്ള ദേവേട്ട. പിന്നെ അവരുടെ അച്ചായനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് അറിയാം. ഒരു 2 വർഷം പിന്നുള്ള എന്നോടാ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ നിവർന്ന് പിന്നൊന്ന് സംസാരിക്കാനേ ദേവേട്ടനെ. പിന്നെ ഇനി നമ്മൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഇത് വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ദേവേട്ട. വരട്ടെ. അപ്പൊ റോയ് എല്ലാം പറഞ്ഞ പോലെ. കൊള്ളാലോ, ടോണി കണ്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? അവള് വന്നോടാ? അതിന് സമയമായിട്ടില്ലല്ലോ. എന്തായി കുട്ടി ഇങ്ങനെ? അവളുടെ മുഖം കണ്ട ഇങ്ങനെ ആണെന്നേ തോന്നില്ല. അത് പോട്ടെ, നീ കാപ്പി എടുക്ക്. വേണ്ട, ഭയങ്കര ടെൻഷനാ. കോഫി ഒന്നും വേണ്ട. അയ്യടാ, നിനക്കല്ല, ഇതായിരിക്കുന്ന പെങ്കൊച്ചിനാ. അതാരാ? കസ്റ്റമറാ. ഓ, നീ എനകം കൊടുത്താ പോരെ? എന്നെ കണ്ട ഒരു വേറെ ലുക്കൊന്നുമില്ല. നീ ആവുമ്പോ കറക്റ്റാ, ടിപ്പും കിട്ടും. ശരി, എടുത്തോ, പോ. കൊടുത്തിട്ട് വരാട്ടാ. ചായ, കാപ്പിയല്ലേ? ടിഷ്യൂ. താങ്ക് യു. അയ്യോ ദൈവമേ, എടാ ഇത് അവളാ. എവള്? ഡയറക്ടർ നേഹ. അയ്യോ, ഇവളെന്താ നേരത്തെ വന്നത്? ഏതായാലും വന്നല്ലേ, ചെല്ലളിയാ. ചെന്നിട്ട് കാണിച്ചു തന്നെ എന്റെ കഴിവ്. കാണിക്കാം, പക്ഷെ അതിന് കുറച്ച് സമയം വേണ്ടി വരും. അവള് പോകുന്നവരെ വേണ്ടി വരുമോ? അത്രയും വേണ്ടി വരില്ല. എടാ നിനക്കെന്തിനാ ടൈം? ഞങ്ങളെപ്പോലുള്ളവർക്കല്ലേ ടൈമൊക്കെ വേണ്ടത്. നീ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ലേ? നീ എന്താ ടോണി ഡൗൺ ആവുന്നേ? നിനക്ക് വല്ല അസുഖമുണ്ടോ? ആ പഴയ ടോണി അവിടെ വിളിച്ചുണർത്താ ടോണിയെ. വിളിച്ചുണർത്തിയിട്ട് എന്തിനാ? റേപ്പ് ചെയ്യാനാ? അവൻ ഭീമാകാരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാ. അവനോട് കേട്ടെ നിന്ന് സെൽഫ് ബിൽഡപ്പ് കളിക്കണ. ചെല്ലടാ, ചെന്ന് വളക്കടാ. ഞാൻ ചെല്ലടാ, ചെല്ലടാ, ചെല്ലടാ. അമ്മേ, എന്നെ മനസ്സിലായില്ലല്ലോ അല്ലേ? താനോ? താനെന്താ ഇവിടെ? വേണ്ട. തനിക്കെന്താ വേണ്ടത്? താങ്ക്സ് മാഡം, എല്ലാം മറന്നൊന്ന് ചോദിച്ചല്ലോ. എനിക്കൊരു ചാൻസ് മതി മാഡം. ഓഹോ, രണ്ടുപേരും ഫ്രണ്ട്സ് ആണല്ലേ? നിങ്ങൾ ഒത്തുകൊണ്ടുള്ള പണിയായിരുന്നല്ലേ ഇത്? സത്യം പറയ്, നിങ്ങൾ ആരായനെ വിളിച്ചത്? ചിക്ക് കൊള്ളാല്ല. നീ ഏതാടി വേണേ? മാറിക്കട. അവള് വന്നപ്പോൾ തുടങ്ങിയതാ. ആദ്യം എന്നോട് എണീക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇവനാരാണോ? നീ ആരാടി? ദേ, എന്നെ നീന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ തിരിച്ചും വിളിക്കാം. എന്നെ അങ്ങനെ പലതും വിളിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗേൾസ്. എടാ, നിന്റെ വേഷം കൊണ്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. വളയുന്ന പെണ്ണുങ്ങളെ നീ കണ്ടിട്ടുള്ളൂ, നേഹയെ നിനക്കറിയില്ല. മോനെ, നീ വിളവ് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളാണ്. ആ കോളേജേ എന്റെ തറവാട്ട് സ്വത്താ. എന്റെ കുടുംബത്തിനാട് നിനക്ക് മാസാമാസം ശമ്പളം എത്തിക്കൊണ്ടിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവൾ എന്നോട് തന്നെ അഹങ്കാരം പറഞ്ഞോണ്ടിരിക്കുന്നു. കൂടുതൽ കളിച്ചാണ്ടല്ല എന്റെ സ്ഥാപനത്തിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടളയും. പിന്നല്ല. എന്താ ഇവിടെ പ്രശ്നം? ആരത്? ഫ്രണ്ടാന്ന് മാത്രം പറയരുത്. കേട്ട് കേട്ട് മടുത്തു. അതുകൊണ്ട് ഫ്രണ്ട് ഒന്നല്ല, ഇവന്റെ പഴയൊരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പളാ. പ്രിൻസിപ്പളാ? എന്തത്? ഹായ്, എന്താ പ്രശ്നം?
താനാരാ? ആ ഇത് തന്നെ പ്രശ്നം. ഇവിടെ വന്നപ്പോ മുതൽ തുടങ്ങിയതാ. ഞങ്ങളൊക്കെ ആരാണ്, ഇവിടെ വരുന്നവരൊക്കെ ആരാണെന്ന് നമുക്ക് അറിയണം. ഇവിടെ ഞാൻ ഡാ, പോയെ നിങ്ങൾ രണ്ടും കൊണ്ടുപോയെ. നീ എന്താ എന്നോട് പറയണ്ടിരുന്നേ? എന്തോന്ന്? അവള് നിന്റെ ശമ്പളക്കാരിയായിരുന്ന കാര്യം. ഉഫ്, എടാ നീ മണ്ടനായിട്ട് ജീവിക്കുകയാണ് അതോ മണ്ടത്തരം പറഞ്ഞ് ആസ്വദിക്കുകയാണ്? അവള് നിന്റെ ശമ്പളക്കാരിയല്ലേ? ഓ ഇവന്റെ